കർക്കിടക വാവ് ദിനത്തിൽ ചേരാമംഗലം മുതുകോട് ശിവക്ഷേത്രത്തിൽ പിതൃതർപ്പണ ചടങ്ങുകൾ നടന്നു. സമീപ പ്രദേശങ്ങളിൽ നിന്നും ദൂരദേശങ്ങളിൽ നിന്നുമായി നിരവധി വിശ്വാസികളാണ് ക്ഷേത്രത്തിലെത്തിയത്. കർക്കിടക വാവ് ദിനത്തിലെ പ്രധാന ആചാരമായ ബലിതർപ്പണം നടത്തുന്നതിനായി ഇത്തവണയും ക്ഷേത്രത്തിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരുന്നത്. പുലർച്ചെ 3 മണി മുതൽ രാവിലെ 11 മണിവരെ വിശ്വാസികൾക്ക് ബലിതർപ്പണം നടത്താൻ സൗകര്യമുണ്ടായിരുന്നു. പുലർച്ചെ തന്നെ ക്ഷേത്രപരിസരത്ത് ഭക്തരുടെ സാന്നിധ്യം വർദ്ധിച്ചു. പൂർവികരെ സ്മരിച്ച് ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷമാണ് വിശ്വാസികൾ തർപ്പണമർപ്പിച്ചത്. ചടങ്ങുകൾക്ക് ശബരി തത്തമംഗലം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചടങ്ങാണ്. ധൃതി പിടിക്കാതെ ക്ഷേത്രം ജീവനക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ, വോളണ്ടിയർമാർ നൽകുന്ന നിർദ്ദേശങ്ങൾ ജനങ്ങൾ എത്രയും പെട്ടെന്ന് ഗ്രൗണ്ടിലേക്ക് കയറ്റിയിരുത്തുക. ലാസ്റ്റുള്ള വോളണ്ടിയർമാർ ഒന്ന് ശ്രദ്ധിക്കുക. ഇരുത്തട്ടെ, സ്റ്റാർട്ട് ചെയ്യാം. 5 ആളോ പെട്ടെന്ന്. അരുൾദേവ പെട്ടെന്ന്. ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരുശാസ്ത പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമഃ ശിവായ. ഓം സുബഹ. ഓം തപഃ. ഓം തസ്സവിതുവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി. ദുരിത ക്ഷേത്രാരാം ശ്രീ പരമേശ്വര പ്രീത്യർത്ഥം സുതകി മാനസം വാചികം പാവം കർമ്മണഃ ശ്രീരാമ രാമ രാമ നക്ഷത്രം വിഷ്ണുദേവജ യോഗശാൻ കരണം ജൈവ മഹാപുരുഷത്യ വിഷ്ണുരാജ്ഞേ പ്രവർത്തമാനസ്യ കൽപേ വൈവസ്വത മന്വന്ത്രേ അഷ്ടാവിംശതി ആശ്ലേഷ നക്ഷത്ര യുക്തായാം ശുഭവാര ശുഭകരണ ഏവാംഗുണ വിശേഷണ വിശിഷ്ടായ മുതുകോട് മഹാശിവക്ഷേത്രത്തിലെ ബലിതർപ്പണം നടത്തുന്നതിന് വേണ്ടി എത്തിച്ചേർന്നുള്ള മുഴുവൻ ഭക്തജനങ്ങൾക്കും ക്ഷേത്രാങ്കണത്തിൽ ചുക്കുകാപ്പി സൗജന്യമായി വിതരണം നടത്തുന്ന വിവരം അറിയിക്കുന്നു. മഹാദേവന്റെ തിരുസന്നിധിയിലെ ബലിതർപ്പണം നടത്തുന്നതിന് വേണ്ടി ക്രമാതീതമായിട്ടുള്ള തിരക്കാണ്. ചേരാമംഗലം ഗായത്രി പുഴയിൽ കിടന്നിട്ടാണ് ക്യൂ. സർവാവസ്ഥ യഥോരിവ യസ്മദേത് പുണ്ഡരീകാശ സകാത്ത് ആഭ്യന്തര സുതകി മാനസം വാചികം പാവം കർമ്മണഃ ശ്രീരാമ രാമ രാമ പിതൃവിഷ്ണു തഥാവാരഃ നക്ഷത്രം. മുതുകോട് ശിവക്ഷേത്രത്തിന്റെ പ്രധാന പ്രത്യേകതകളിലൊന്നാണ് വർഷം മുഴുവൻ പിതൃതർപ്പണം നടത്താൻ സൗകര്യമുള്ളത്. അതുകൊണ്ട് തന്നെ കർക്കിടകവാവ് പോലുള്ള വിശേഷ ദിവസങ്ങൾക്ക് പുറമെ മറ്റു ദിവസങ്ങളിലും പിതൃക്കൾക്കായി തർപ്പണം നടത്താൻ വിശ്വാസികൾ ക്ഷേത്രത്തിലെത്തുന്നു. കർക്കിടകവാവ് ദിനത്തിൽ പ്രത്യേക പ്രാധാന്യത്തോടെ ബലിതർപ്പണം നടത്തുന്നതിനായി ഇത്തവണ ക്ഷേത്രത്തിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു. അഭൂതപൂർവമായ തിരക്കാണ് ഇത്തവണ ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. UTV ന്യൂസ്, പാലക്കാട്.